ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കളർ ബബിൾസ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു മാങ്ങയാണ് കളറിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടൊരു സർക്കിൾ വരച്ച് അതിൻ്റെ ഒരു സൈഡ് മാങ്ങയുടെ ഷേപ്പ് വരച്ച് അപ്പുറത്തെ ഭാഗം അവിടെ കൂട്ടിമുട്ടിക്കണം. തുടർന്ന് ഒരു തണ്ട് നീളത്തിലുള്ള ഇല, മാങ്ങയ്ക്ക് എപ്പോഴും നീളത്തിലുള്ള ഇലയായിരിക്കും അല്ലേ, മാവിൽ കണ്ടിട്ടില്ലേ? ഞാനെപ്പോഴും പറയാറുണ്ട്, അമർത്തി വരയ്ക്കരുത് നമ്മൾ ഒരിക്കലും. അതൊന്നും എറേസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ കണ്ടില്ലേ, ഇത് സിമ്പിളായിട്ട് നമ്മൾ വേണ്ടാത്തത് നമുക്ക് എറേസ് ചെയ്തു. ഞാൻ യൂസ് ചെയ്തത് ഡോംസിൻ്റെ 125 റുപ്പീസിൻ്റെ ഒരു 12 കളർ സെറ്റ് കളർ പെൻസിലാണ് നമ്മൾ ഇപ്രാവശ്യം യൂസ് ചെയ്യുന്നത്. മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്, അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് അങ്ങനെയാണ് കളർ. മുകൾ ഭാഗത്താവും റെഡ് വരിക അല്ലേ, കൂടുതൽ താഴെ ഭാഗത്തേക്കാണ് പഴുപ്പ് വരുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് നമ്മൾ യെല്ലോ കളർ ആഡ് ചെയ്തു, താഴേക്ക് കളർ ചെയ്തുകൊണ്ട് വരുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഞാൻ എങ്ങനെയാണ് കളർ ചെയ്യുന്നത് എന്നുള്ള ആ ഫ്ലോ, കയ്യിൻ്റെ ഫ്ലോ ആണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഇടതു ഭാഗത്തുനിന്ന് കണ്ടോ, നമ്മൾ വരച്ച ഏത് ഷേപ്പാണോ നമുക്ക് ഔട്ട്ലൈനുള്ളത് അതിനോടനുസരിച്ച് തന്നെ വരയ്ക്കണം. സെൻറ്ററിലേക്ക് വരുമ്പോൾ സ്ട്രെയിറ്റ്, തിരിച്ച് വലതു ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് ഔട്ട്ലൈൻ വന്നിട്ട് വളഞ്ഞിട്ട് ഏത് ഷേപ്പിലാണോ വരുന്നത് ആ രീതിയിലേക്ക് അതേ മൂവ്മെൻറ്റിൽ അതേ ലൈനിനോടനുബന്ധിച്ചുള്ള അതേ ഇതിലേക്ക് വേണം കൊടുക്കുക. ക്രോസ് ആയിട്ട് നമ്മൾ അവിടെ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഉരുണ്ട ഫീൽ അല്ലെങ്കിൽ 3D ഫീൽ നമുക്ക് കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഷേപ്പിനനുസരിച്ച് വേണം നമ്മളുടെ ഒരു കൈയിൻ്റെ ഫ്ലോ അല്ലെങ്കിൽ കളർ ചെയ്യുന്നതിൻ്റെ രീതി നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. മാങ്ങയുടെ മുകൾ ഭാഗത്തായിരിക്കും റെഡ്, പിന്നെ താഴേക്ക് ഓറഞ്ച്, പിന്നെ യെല്ലോ, അങ്ങനെ പഴുത്ത് വരുന്നതിൻ്റെ ഒരു ഇടുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി യെല്ലോ ഓൾമോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. രണ്ടാമതായിട്ട് കളർ ചെയ്യുന്നത് നമ്മൾ ഓറഞ്ച് കളറാണ്. നമ്മൾ ഏത് കളർ സെക്കൻഡ് ടോണും തേർഡ് ടോണിൽ ചെയ്യുമ്പോഴും ലൈറ്റായിട്ട് ചെയ്തു തുടങ്ങാം. ഓക്കെ, പിന്നെ നമുക്ക് അതിലേക്ക് ഡാർക്കിലേക്ക് കൊണ്ടുപോകാം. ഇതിൽ നമ്മൾ ഇടതുഭാഗത്തു നിന്നാണ് ലൈറ്റ് വരുന്നത്, വലതു ഭാഗത്തേക്കാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് അപ്പോൾ ഷാഡോ വരിക, ഡാർക്ക്നെസ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വലതു ഭാഗത്തേക്ക് ഓറഞ്ച് കൂടുതൽ കൊടുത്തിരിക്കുന്നത്. ഇത് താഴെ ഭാഗം യെല്ലോ, മിഡിൽ ഭാഗം വന്നിട്ട് സെൻറ്റർ, നടുഭാഗം വന്നിട്ട് ഓറഞ്ച് കളറാണ്, മുകൾ ഭാഗത്തേക്ക് റെഡ് കളറും. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു മൈൻഡിൽ ഉണ്ടായിരിക്കും എന്തൊക്കെ കളർ എവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ഇവിടെയും ശ്രദ്ധിക്കേണ്ടത് ആ ഫ്ലോ, നമ്മൾ ഔട്ട്ലൈൻ അനുസരിച്ച് വേണം നമ്മളുടെ ആ ഒരു കൈയിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത്. വളരെ കനം കുറച്ച് വളരെ സ്മൂത്തായിട്ട് ലൈറ്റായിട്ട് ചെയ്യുക. എപ്പോഴും ഒരു ടോണും മറ്റൊരു ടോണുമായിട്ട് മിക്സ് ചെയ്ത് കിടക്കണം. മുറിച്ച് വെച്ചിരിക്കുന്ന പോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ ഒരു ഭംഗി കിട്ടില്ല. ഒന്നാമത് നമ്മൾ ഈ മാങ്ങ എന്ന് പറയുന്നത് നല്ലൊരു ഉരുണ്ട ഷേപ്പായിരിക്കും അല്ലേ. അപ്പോൾ അതെല്ലാം കിട്ടണമെങ്കിൽ കറക്റ്റായിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്യണം. തേർഡ് കളർ നമ്മളിതാ ഡാർക്ക് റെഡ് നമ്മൾ മുകൾ ഭാഗത്തു നിന്ന് അപ്ലൈ ചെയ്തു. അതാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും അതേപോലെ തന്നെ സെൻറ്ററിലേക്ക് വരുമ്പോൾ സ്ട്രെയിറ്റ് വന്ന് വലതു ഭാഗത്തേക്ക് പോകുമ്പോൾ ആ ഔട്ട്ലൈൻ അനുസരിച്ചുള്ള ഷേപ്പിന് വേണ്ടിയിട്ട് നമ്മൾ കർവിൽ നമ്മുടെ ഹാൻഡ് മൂവ്മെൻറ്റ് മാറ്റണം. ഇത് സ്ഥിരം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. എപ്പോഴൊക്കെയാണ് നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മാത്രമേ നമ്മൾ ഇത് പഠിക്കാൻ പറ്റുള്ളൂ. റെഡ് കളർ മാക്സിമം യൂസ് ചെയ്തു. താഴെ ഭാഗത്തേക്ക് കുറച്ച് റെഡ് അപ്ലൈ ചെയ്യണം, താഴെ വലതുഭാഗം. കാരണം നമുക്ക് മാങ്ങയുടെ ഡെപ്ത് വരുന്നത് ലൈറ്റിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഇടതുഭാഗത്തു നിന്ന് നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു ഇല്ലേ, ഇടതുഭാഗത്തു നിന്നാണ് ലൈറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വലതുഭാഗത്തേക്കായിരിക്കും അതിൻ്റെ ഡാർക്ക്നെസ്. എന്നിരുന്നാലും ഇടതുഭാഗത്ത് നമ്മൾ കുറച്ച് ഡെപ്ത് കൊടുക്കണം. അപ്പോഴാണ് ആ മാങ്ങയുടെ ഒരു ഉരുണ്ട ഫീല് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് നിങ്ങളോടുള്ളൊരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ചിത്രരചനയെ അത്ര ഇഷ്ടപ്പെട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും എന്നുള്ളത് ഒരു സംശയമില്ല.
അപ്പോൾ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ, ചിത്രരചന പഠിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് സാധിക്കാതിരിക്കുന്നവർ, പഠിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് എന്നാൽ വീട്ടിൽ നിന്ന് സമ്മതിക്കാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾ, ചിലപ്പോൾ സാമ്പത്തികമായിട്ട് പുറത്തു പോയിട്ട് വല്ല ജനറൽ ക്ലാസ്സിന്, ഡ്രോയിങ് ക്ലാസ്സിനൊന്നും ചേരാൻ സാധിക്കാത്തവർ, അങ്ങനെയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങൾ ഈ ചാനലിനെ കുറിച്ച് പറയണം. അതേപോലെ ഈ ചാനലിൻ്റെ ലിങ്ക് അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറയണം. ഞാൻ സോഷ്യൽ മീഡിയയിൽ നിരവധി ചാനൽസ് കണ്ടിട്ടുണ്ട് ആർട്ടിൻ്റെ. പക്ഷെ എല്ലാവരും പഠിപ്പിക്കുന്നത് ഒരു തരം കലണ്ടർ ചിത്രങ്ങൾ ഒക്കെ പഠിപ്പിക്കുന്ന രീതിയിലാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. പക്ഷെ ഞാൻ എൻ്റെ ക്ലാസ്സിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്തിനെക്കുറിച്ചും വരയ്ക്കാൻ സാധിക്കണം. ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഇന്ന സാധനം വരയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ, യെസ് എനിക്ക് വരയ്ക്കാൻ സാധിക്കും എന്ന് വളരെ കോൺഫിഡൻ്റായിട്ട് നിങ്ങൾക്ക് പറയാനും അതേപോലെ അത് വരയ്ക്കാനും ഉള്ള ലെവലിലേക്ക് ഞാൻ എത്തിക്കും എന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല. അതാണ് ഞാൻ എൻ്റെ ഈ ഒരു ചാനലിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് നമ്മൾ മാങ്ങയുടെ തണ്ടാണ്. അത് നമ്മൾ ചെയ്ത പോലെ തന്നെ യെല്ലോ, ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ എന്നുള്ള രീതിക്ക് ഇടതുഭാഗത്തു നിന്നാണ് ലൈറ്റിങ് വരുന്നത്. സോ വലതുഭാഗത്തേക്ക് നമ്മൾ ഡെപ്ത് കൂട്ടി, അതായത് ഡാർക്ക് ചെയ്യുന്നു. അതേപോലെ ലീഫിൻ്റെ ഒരു ഭാഗം നമ്മൾ യെല്ലോ ചെയ്യുന്നു. ഇതെല്ലാം നമ്മൾ ക്രയോൺസിൽ ചെയ്തത് തന്നെയാണ്. അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ പെൻസിലിൽ ചെയ്യുന്നത്, കളർ പെൻസിലിൽ. അത് കഴിഞ്ഞ് ലൈറ്റ് ഗ്രീൻ. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, നമ്മളിങ്ങനെ ലൈൻ ഇട്ട രീതിയിൽ നമ്മൾ ഒരിക്കലും രണ്ട് കളേഴ്സ് ചെയ്യരുത്. അത് മുന്നിലുള്ള കളേഴ്സിലേക്ക് മിക്സ് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴാണ് ആ ഒരു വർക്കിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ, ഒരു ഒഴുക്കുണ്ടാവില്ലേ നമ്മളൊരു കളർ ചെയ്യുമ്പോൾ. മറ്റേത് നമ്മൾ എന്ത് പറയും, നമ്മൾ സ്കെയിലിട്ട് വെച്ച് വരച്ച് സെപ്പറേഷൻ ഉണ്ടായിരിക്കും. ആ സെപ്പറേഷൻ ഇല്ലാത്ത, അതാണ് അതിൻ്റെ കറക്റ്റ് വേർഡ്, ആ സെപ്പറേഷൻ ഇല്ലാതെ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോഴാണ് അതിൻ്റെ ഒരു ഫ്ലോ അല്ലെങ്കിൽ ഒരു ഭംഗി കൂടുതലുണ്ടാവുള്ളൂ. ലാസ്റ്റ് നമ്മൾ ഡാർക്ക് ഗ്രീൻ ചെയ്യുകയാണ്. ഇതെല്ലാം നമ്മൾ മുന്നേ ചെയ്തതാണ്. ഓക്കെ, കളർ പെൻസിലാകുമ്പോൾ കുറച്ചുകൂടെ വൃത്തിയിൽ ചെയ്യാം. കാരണം ക്രയോൺസിലാകുമ്പോൾ ആ ക്രയോൺസ് ഒട്ടിപ്പിടിക്കും, നമ്മൾ വിചാരിച്ച പോലെ കിട്ടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ പെൻസിൽ അങ്ങനെയല്ല, പെൻസിൽ കുറച്ചുകൂടെ സ്മൂത്താണ്. ഈ യെല്ലോ ഭാഗത്ത് നമ്മൾ ലൈറ്റ് ഗ്രീനാണ് അപ്ലൈ ചെയ്യുന്നത്, അതിൻ്റെ ഓവർലാപ്പിങ് ഇല്ലേ. ലൈറ്റ് ഗ്രീനിൽ വന്ന് ഡാർക്ക് ഗ്രീൻ. അപ്പോൾ ഡാർക്ക് ഗ്രീനിൽ അതിൻ്റെ ഷെയ്ഡ് വെക്കണമെങ്കിൽ എന്ത് ചെയ്യും? അവിടെയാണ് നമ്മൾ ഡാർക്ക് ബ്ലൂ യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് യൂസ് ചെയ്യുന്നതിന് പകരം ഡാർക്ക് ബ്ലൂ. അത് കുറച്ചുകൂടെ ഗ്രീൻ കളറിനൊക്കെ കുറച്ചുകൂടി ഡെപ്ത് വരും. ഇപ്പോൾ ഓറഞ്ച്, റെഡ് എന്നുള്ള ഭാഗത്താണെങ്കിൽ നമുക്ക് വയലറ്റ് എല്ലാം ആഡ് ചെയ്യാം. വയലറ്റിലേക്കൊരു റെഡിൻ്റെ ഒരു അംശം ഉണ്ടായിരിക്കും, ഒരു ടോൺ. ഈ ബ്ലൂ എന്ന് പറയുന്നത് ഡാർക്ക് ഗ്രീനിലേക്കും അതിൻ്റേതായിട്ടുള്ളൊരു ടോണും. ഇപ്പോൾ മഞ്ഞയും ബ്ലൂവും നമ്മൾ വാട്ടർ കളറും മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഗ്രീൻ കളറാണ്, അറിയില്ലേ? അതേപോലെ മാങ്ങയുടെ ആ മുകൾ ഭാഗത്ത് ഡാർക്ക് എവിടെയാണോ വേണ്ടത് അതാണ് ഏറ്റവും ലാസ്റ്റിലത്തെ. ഇപ്പം നമ്മൾ 4 കളർ യൂസ് ചെയ്തു കേട്ടോ. നമ്മളിപ്പോൾ 3 കളർ എന്ന് പറയുന്നത് മിനിമം 3 കളേഴ്സ് എന്നാണ് ഞാൻ പറയാറുള്ളത്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് പുറകിൽ ലൈറ്റ് ബ്ലൂ, ഏത് കളറും അത് വളരെ സ്മൂത്തായിട്ട് ഈ ഒരു ഫ്ലോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ വരച്ചത്. കുറേ ലൈൻസും സംഭവങ്ങളൊക്കെ ഇട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ മാങ്ങ. എങ്ങനെയുണ്ട്? നല്ല പഴുത്ത് തുടുത്ത മാങ്ങ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബായ്.